യഥാർത്ഥത്തിൽ പ്ലീനത്തിന്റെ പ്രധാന കാരണം വി.എസ്. അച്യുതാനന്ദനും ലാവ്ലിൻ കേസുമാണത്രേ. ലാവ്ലിൻ കുറ്റവിമുക്തിയോടെ പിണറായിക്കും പ്ലീനത്തിനും വഴിയൊരുങ്ങി എന്നാണ് ഐതിഹ്യം. വി.എസ്. ആണെങ്കിൽ നവതിയോടെ ലൗകിക നേട്ടങ്ങളെല്ലാം ഉപേക്ഷിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ പ്ലീനം വന്നു. പ്ലീനം മുഴുക്കെ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചർച്ചകളാണ് നടക്കുകയെന്ന് ശത്രുക്കൾ ആക്ഷേപിക്കുന്നു. തടസ്സങ്ങൾ മറികടക്കാനും പിണറായിയെ വാഴ്ത്തിപ്പാടാനും ബാലൻ സഖാവ് ചെയർമാനായി ഗംഭീര സ്വാഗത സംഘത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ല, അത് പിണറായി വിജയനെതിരായിട്ടുള്ള ഈ അഴിമതി കേസ് എന്ന് പറയുന്നത് 10-15 കൊല്ലം പിടിച്ചു. ഒരു സംശയം പൊതുസമൂഹത്തിലുണ്ടായിരുന്നു, പാർട്ടി മെമ്പർമാരിൽ പോലും അനുഭാവികളിൽ പോലും ഉണ്ടായിരുന്നു. കാരണം ഇത് വേണ്ടപ്പെട്ട രൂപത്തിൽ ബോധ്യപ്പെടാത്ത പഠിക്കാത്ത ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എന്തായി പറഞ്ഞോ? കാര്യം നടക്കൂ? പറഞ്ഞില്ല, പക്ഷെ നടക്കും. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാഴ്ച. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? ഈ വിധി വന്നതോടുകൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ക്ലീൻ ഇമേജ് പിണറായിക്ക് കിട്ടിയെന്ന് മാത്രമല്ല, ഒരു കുറ്റബോധം അദ്ദേഹത്തിനെതിരായി പ്രചരണം നടത്തിയവരുടെ മനസ്സിലുണ്ടായി. വേറൊന്നുമില്ല, അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ വേണമെങ്കിൽ തിരുത്താം. ഒരു മഞ്ഞപ്പത്രത്തിൽ പിണറായി വിജയനും റഷ്യൻ സുന്ദരിമാറുമെന്നും പറഞ്ഞിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. ഒരു പ്രസിദ്ധീകരണം വരെ വന്നു. പിണറായി വിജയന്റെ ബട്ടൺസിന്റെ നിറം, ഷർട്ടിന്റെ നിറം, ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നത് റഷ്യൻ സുന്ദരിമാരാണ്. അദ്ദേഹം വെള്ള ഡ്രസ്സ് മാത്രമേ ഇടൂ എന്നുള്ളത് അറിയാത്തൊരു വിദ്വാനാണ് ഇത് എഴുതിയത്. ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തതും കൈ നിന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടന്നല്ല. സോറി. അതിനെന്നാ സോറി പറയുന്നത്? ലക്ഷക്കണക്കിനാണല്ലോ ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് വിരുദ്ധർ അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി സഹായിച്ചത്. അപ്പോൾ എന്ത് വൃത്തികേടും കാട്ടി ഒരു മനുഷ്യനെ നശിപ്പിക്കുക. ഇവനെ അറിയൂ? ഇവൻ ആരാന്ന വിചാരം? ഇവനാണ് തങ്കപ്പൻ. തങ്കപ്പനും തങ്കപ്പൻ ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറും പ്രധാന നടനുമൊക്കെയാ ഈ വെക്കുന്ന തങ്കപ്പൻ. അയ്യോ ആശാനെ, ഞാനല്ല, ഈ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാർ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ സത്യം വെളിച്ചത്ത് വരും എന്നുള്ളതൊരു സത്യമാണ്. അതിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നല്ലൊരു ഇമേജ് പാർട്ടി നേതൃത്വത്തിനും പിണറായി വിജയനും അനുകൂലമായിട്ടുണ്ട്. ഇങ്ങനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നീ ഏത് കൊണ്ടാരവാ? ഞാൻ പൊന്നപ്പൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് നാട്ടിൽ എത്ര ആളുകളാണ് ആഗ്രഹിച്ചു നടക്കുന്നതെന്നോ, ചരിത്രത്തിൽ ഒരാളെക്കുറിച്ചും ഇത്തരമൊരാഗ്രഹം ഇതിനു മുമ്പ് ആരും ഉള്ളിൽ കൊണ്ടു നടന്നിട്ടുണ്ടാകില്ല. ഇമാതിരി ആഗ്രഹം തലയ്ക്കു പിടിച്ച് നടക്കുന്നവർക്ക് ആശ്വാസമേകാൻ കൂടിയാണ് പ്ലീനം. പ്ലീനമേ, നീ തന്നെ എല്ലാം. ഓ പൊന്നപ്പൻ, ഇതാണ് നീ പറഞ്ഞ ആള് തങ്കപ്പൻ. അയ്യോ തങ്കപ്പനില്ല, ഇത് ഗോപാലകൃഷ്ണൻ സാർ. ഈ കേരളത്തെ രക്ഷിക്കാൻ, അഴിമതിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ, വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമായ നേതൃത്വം കൊടുക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് എന്ന് കൊതിച്ചു പോകുന്നുണ്ട്. അത് സത്യം. അത് പാർട്ടിന്റെ തീരുമാനമൊന്നും ഞാനീ പറയുന്നത് വരെയൊന്നും വന്നിട്ടില്ല. ഞാനിത് എന്റെ അഭിപ്രായമായിട്ടും പറയുന്നതല്ല. ഗോപാലകൃഷ്ണൻ സാർ, അപ്പൊ പിന്നെ തങ്കപ്പനോട് പോയി? എവിടെ പോയില്ല. ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ. എന്നെ തന്നെയാണ് ആശാൻ തങ്കപ്പാന്ന് വിളിച്ചത്. ഞാൻ പൊന്നപ്പൻ, ഈ ഇരിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറ്. അപ്പൊ ഇതാണ് ഗോപാലകൃഷ്ണൻ സാർ. നീ പൊന്നപ്പനാണ്. എന്താ പൊന്നപ്പ, ഈ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാർ ആരാണെന്നാണ് എന്റെ വിചാരം? നീ ഉർവശി ഒരു പൊതുസമൂഹത്തിന്റെ ഒരു അഭിപ്രായം ഇപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. അത് ഇന്നേ വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് അനുകൂലമായി ഈ രൂപത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? നിങ്ങൾ ആരോട് ചോദിച്ചു? വ്യവസായികളോട് ചോദിച്ചോളൂ, ഓട്ടോറിക്ഷ തൊഴിലാളിയോട് ചോദിച്ചോ, വ്യാപാരികളോട് ചോദിക്കൂ, പാവപ്പെട്ട കൃഷിക്കാരനോട് ചോദിക്കൂ, കർഷക തൊഴിലാളിയോട് ചോദിക്കൂ. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാഴ്ച. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? അത് പിണറായി വരണം. എന്താ അതിന്റെ അർത്ഥം? ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തതും കൈ നിന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. അതാണ് ഈ ജനങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് മാറുക. അവര് ആദ്യം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ അവർക്ക് തന്നെ ബോധ്യപ്പെടുകയാണ് ഈ പറഞ്ഞതൊക്കെ തെറ്റായി പോയി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികരണം വരുന്നത്. ഒരു ലീഗിന്റെ ഒരു നേതാവ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ലത് പിണറായി വിജയൻ. ഇത് തന്നെ കേരള കോൺഗ്രസിന്റെ ആൾക്കാരും പറയുന്നത്. ഇത് തന്നെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നത്.
അതൊരു മാറ്റാണ്. പ്ലീനത്തോടെ പിണറായിയെ മുഖ്യമന്ത്രിയാക്കി കളയും എന്നാണ് ഭീഷണി. അതിന് മുന്നോടിയായുള്ള റിഹേഴ്സലുകളാണ് നാടുനീളെ നടന്നു വന്നത്. ഇനിയൊരു ഇടവേളയാണ്. അത് കഴിഞ്ഞ് പ്ലീനത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ. ഭാരമായിട്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയാണ് എൻ്റെ മനസ്സിലുള്ളത്. കിളി പോയി.